അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. റമളാൻ 17 യൗമുൽ ഫുർഖാൻ, വേർതിരിക്കപ്പെട്ട ദിനം. ഖുർആനിൻ്റെ നാമകരണമാണത്. യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ, വേർതിരിവിൻ്റെ നാൾ. രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ ദിവസം. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും അടർക്കളത്തിൽ വെച്ച് വേർതിരിക്കപ്പെട്ടു. സത്യവും ധർമ്മവും നീതിയും വിജയിച്ച സുദിനമാണ് ബദർ. ഈ നിമിഷങ്ങളിൽ മഹത്തായ ബദർ ദിനത്തിൻ്റെ പവിത്രമായ ഓർമ്മകളിലാണ് നാം. സമ്പത്തിലും വംശീയതയിലും അഹങ്കരിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിരുന്നു. അജ്ഞരും അപരിഷ്കൃതരുമായിരുന്ന ആ ജനം തങ്ങളോട് എതിരിടുവാനും ചോദ്യം ചെയ്യുവാനും ഭൂമിയിൽ ആരുമില്ലെന്നവർ ഊറ്റംകൊണ്ടു. ഖറജൂമിൻ ദിയാരിഹിം ബത്തറം വരിആ അന്നാസ്, വീടുകളിൽ നിന്ന് അഹങ്കരിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ പൊങ്ങച്ചം നടിച്ചു പുറപ്പെട്ടവരായിരുന്നു അവർ എന്ന് ഖുർആൻ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സ്വയം രാജാക്കന്മാരായി പ്രഖ്യാപിച്ച ജാതി ഗോത്ര പ്രമാണിമാരാണ് അവർ. ദുർബലരും ദരിദ്രരും നിസ്സഹായരുമായ മനുഷ്യരെ അവർ അടിമകളാക്കി. ബിംബങ്ങളെയും ആഭിചാരങ്ങളെയും കാണിച്ച് മനുഷ്യരെ സംഭീതരാക്കി. ആ സമൂഹത്തിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനാകുന്നത്. അവർക്കിടയിൽ ഏറ്റവും സത്യസന്ധനെന്നും ഏറ്റവും വിശ്വസ്തനെന്നും അംഗീകരിക്കപ്പെട്ടവൻ. അദ്ദേഹം പ്രഖ്യാപിച്ചു, എല്ലാ മനുഷ്യരും സമന്മാരാണ്. രാജാവോ യജമാനനോ പ്രമാണിയോ പുരോഹിതനോ ഇല്ല. ഈ പ്രപഞ്ചത്തിൻ്റെയും സർവ്വ സൃഷ്ടിചരാചരങ്ങളുടെയും സ്രഷ്ടാവും നാഥനും ഏകനായ അല്ലാഹു ആകുന്നു. ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും അവനോട് മാത്രം. അവന് മുമ്പിൽ എല്ലാവരും തുല്യർ. അന്തസ്സിലും അഭിമാനത്തിലും ആർക്കും മുകളിലല്ല. ആർക്കും ആരുടെയും ജീവനും സ്വത്തിനും അപഹരിക്കാൻ അധികാരമില്ല, അവകാശമില്ല. ഈ സന്ദേശം ലോകത്തെ മുഴുവൻ ജനതയിലേക്കും എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. വംശീയതയുടെ, വർഗവർണ്ണ ജാതി വിവേചനത്തിൻ്റെയും വിഗ്രഹപൂജയുടെയും പൗരോഹിത്യത്തിൻ്റെയും ഭാഗത്തു നിന്ന് കലാപത്തിനുള്ള ആഹ്വാനമുണ്ടായി. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ, മനുഷ്യൻ്റെ അന്തസ്സിനെ, അഭിമാനത്തെ, തുല്യതയെ, സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ആദർശത്തെ, അതിൻ്റെ പ്രവാചകനെ, അനുയായികളെ എല്ലാത്തിനെയും നിഷ്കാസനം ചെയ്യാൻ മക്ക മുശ്രിക്കുകൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. സമ്പത്തിലും ശക്തിയിലും കുലീനതയിലും ദുരഭിമാനം കൊണ്ട് നടന്നിരുന്നവർ മനുഷ്യർക്കിടയിൽ തുല്യതയും സമത്വവും എന്ന ആദർശത്തിൽ വിശ്വസിച്ചവർക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. സത്യവിശ്വാസികൾ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു, നിന്ദരായി അപമാനിക്കപ്പെട്ടു. ഊരുവിലക്കും ഉപരോധവും ഉണ്ടായി. സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഇസ്ലാമിൻ്റെ മാതൃകാ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് സുരക്ഷയും നിർഭയത്വവും വാഗ്ദാനം ചെയ്യുന്ന ഒരു ജനതയെ പ്രവാചകൻ കണ്ടെത്തി. മക്കയിൽ നിന്ന് 300 മൈൽ വടക്കുള്ള മദീനയിലേക്ക് പ്രവാചകനും അനുയായികളും ഹിജറ ചെയ്തു. കുടുംബങ്ങളെയും കൃഷിയിടങ്ങളെയും സ്ഥാവര ജംഗമ വസ്തുക്കളെയും മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലെത്തിയ സത്യവിശ്വാസികൾ പരമദാരിദ്ര്യത്തിൽ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കേണ്ട അവസ്ഥയിലായി. സത്യവിശ്വാസികളിൽ നിന്ന് പിടിച്ചെടുത്തതും പാലായനം ചെയ്ത വിശ്വാസികളുടെ സ്വത്തുവകകളിൽ നിന്ന് കവർന്നെടുത്തതുമായ വമ്പിച്ച ധനം മുതൽ മുടക്കി ഷാമിലേക്ക് കച്ചവടത്തിന് പോയ വൻ ലാഭവുമായി തിരിച്ചു വരുന്ന വാണിജ്യ സംഘത്തെ കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം ലഭിച്ചു. അവരെ തടഞ്ഞു നിർത്തി തങ്ങളുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവാചകനും സംഘവും പുറപ്പെട്ടു. പ്രവാചകന്റെ ഉദ്യമത്തെക്കുറിച്ച് സൂചന ലഭിച്ച സംഘത്തലവനായ അബൂ സുഫിയാൻ അതിനകം മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് കുതിച്ചു. ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അബൂ സുഫിയാൻ നൽകിയ സന്ദേശത്തെ തുടർന്ന് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ബദറിലെത്തിയ കൂറ്റൻ ഖുറൈശി പടക്ക് മുമ്പിലാണ് റസൂലും സഹാബാക്കളും ചെന്നെത്തിയത്. 1000 പേരടങ്ങുന്ന സൈന്യം, 100 കുതിരകൾ, അനേകം ഒട്ടകങ്ങൾ, എല്ലാം തികഞ്ഞ ഒരു സേനാ വ്യൂഹത്തിനൊത്ത വിധമുള്ള സന്നാഹം. ഹരം പകരുന്നതിന് മദ്യവും പാട്ടും നൃത്യങ്ങളും
313 അംഗങ്ങളുള്ള മുസ്ലിം പക്ഷത്ത് വെറും 2 കുതിരകൾ, ഏതാനും ഒട്ടകങ്ങൾ. ഒരു വാണിജ്യ സംഘവുമായി അടിപിടിക്കു തയ്യാറായി വരുന്ന സംഘത്തിന്റെ കൈവശമുണ്ടായേക്കാവുന്ന ചില്ലറ ആയുധങ്ങൾ മാത്രം. സർവസന്നാഹങ്ങളോടെത്തിയ ഒരു വൻ സൈന്യത്തോട് പടവെട്ടുകയല്ലാതെ മറ്റൊരു മാർഗങ്ങളില്ലാതെ വന്ന ആ നിർണായക സന്ധിയിൽ ആ കൊച്ചു സംഘത്തിലെ പ്രമുഖരായ സ്വഹാബാക്കളുമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന നടത്തി. അവരുടെ സന്നദ്ധത ഉറപ്പുവരുത്തുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹാജിറുകളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്ന് അറിയിച്ച് മുന്നോട്ട് വന്നു. തൃപ്തി വരാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വീണ്ടും സന്നദ്ധരാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അൻസാരികളുടെ നേതാവ് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് തങ്ങളെയാണെന്ന് മനസ്സിലാക്കി അൻസാരികളുടെ സന്നദ്ധതയും സമർപ്പണവും ബോധ്യപ്പെടുത്തുന്നതിനായി എഴുന്നേറ്റ് നിന്നു. മദീനക്കാരുമായി ഉണ്ടാക്കിയ 2ാം അഖബ ഉടമ്പടിയിൽ പ്രവാചകന്റെ മദീനയിലെ സുരക്ഷ മാത്രമേ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. ഇക്കാര്യമായിരിക്കാം നബി തിരുമേനിയെ സംശയാലുവാക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട ചരിത്ര മുഹൂർത്തത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നയം പ്രഖ്യാപിക്കുകയുണ്ടായി. ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞതാണ്. താങ്കളിലൂടെ അവതരിക്കപ്പെട്ടത് സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ അനുസരിക്കുക ചെയ്തു കൊള്ളാം എന്ന കരാറുകളും ഞങ്ങൾ താങ്കൾക്കു നൽകി. അതിനാൽ അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കിക്കൊള്ളുക. താങ്കളെ സത്യവുമായി അയച്ചവൻ തന്നെ സത്യം. താങ്കൾ ഇതാ ഒരു കടൽ പരപ്പിലൂടെ ഞങ്ങളെ നയിക്കുകയും താങ്കൾ അതിൽ പ്രവേശിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താലും താങ്കളോടൊപ്പം ഞങ്ങളുണ്ടാകും. എല്ലാ സന്ദേഹങ്ങളും നീങ്ങി. പ്രവാചകന്റെ മുഖം തെളിഞ്ഞു. പുറപ്പെടുക, സന്തോഷവാർത്ത അറിയിക്കുക. അവിടുന്ന് മൊഴിഞ്ഞു. ശത്രുക്കളിലെ പരാക്രമികൾ ഇവിടെയെല്ലാം മരിച്ചു വീഴുമെന്ന് റസൂൽ തന്റെ സ്വഹാബാക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വാഗ്ദാനം ചെയ്ത സഹായമെത്തി. പ്രവാചകന്റെ വചനം പുലർന്നു. ശത്രുക്കളുടെ നേതാവ് അബൂജഹലടക്കം 70 പേർ കൊല്ലപ്പെട്ടു. അത്ര തന്നെ പേർ ബന്ദിയായി പിടിക്കപ്പെട്ടു. 14 സത്യവിശ്വാസികൾ രക്തസാക്ഷികളായി സ്വർഗസ്ഥരായി. ഭൂമിയിൽ ഇസ്ലാമിക സമൂഹം അഭിമുഖം നിന്ന ഏറ്റവും നിർണായകമായ ഒരു യുദ്ധ പ്രതിസന്ധിയിൽ സമർപ്പണത്തിന്റെ കാഹളവുമായി എഴുന്നേറ്റ് നിന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപുരുഷനായി. അള്ളാഹുവിന്റെ സിംഹാസനത്തെ പ്രകമ്പനം കൊള്ളിച്ച അതിമാനുഷനായി. ഹിജ്റ 5-ാം വർഷം ഇഹലോകവാസം വെടിഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹുവിനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുശോചന വാക്യത്തിൽ അങ്ങനെ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ഇഹ്തസൽ അർശു ലിമൗതി സഅദ്. സഅദിന്റെ വിയോഗത്താൽ അള്ളാഹുവിന്റെ സിംഹാസനം പ്രകമ്പിതമായി. ഇസ്ലാമിക സമൂഹം, മുസ്ലിം ഉമ്മത്ത് ഇതുവരെ കടന്നു വന്ന ദീർഘകാലങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളിലും പ്രകോപനങ്ങളിലും പ്രതിവിധിയും പ്രത്യുത്തരവുമായി ഇതുപോലെ ചില വീരപുരുഷന്മാർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തെ അനന്തരമെടുത്ത അധികായർ തങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള വമ്പൻ സൈന്യത്തോടും സാമ്രാജ്യങ്ങളോടുമായിരുന്നു ആ ചരിത്ര നായകന്മാരുടെ അംഗവും വിജയവും. ഹിജ്റ 711 യൂറോപ്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി വിജയം വരിച്ച താരിഖ് ബിൻ സിയാദ്, 712 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ച് അക്രമിയായ ദാഹിർ രാജാവിനെ കീഴ്പ്പെടുത്തിയ മുഹമ്മദ് ബിൻ ഖാസിം എന്ന 16കാരൻ, 1071 ലക്ഷത്തിലേറെ വരുന്ന കൂറ്റൻ സൈന്യവുമായി ഇസ്ലാമിക സമൂഹത്തെ വിഴുങ്ങാൻ വന്ന റോമൻ ചക്രവർത്തി അർമാനോസിനെ ബന്ദിയാക്കി പിടിച്ചുകെട്ടിയ മുഹമ്മദ് അൽ അർസലാൻ, 1260 ഫലസ്തീനിലെ ഐൻ ജാലൂത്തിൽ വെച്ച് രക്തദാഹികളായ മംഗോളിയൻ പടയെ തകർത്ത് തരിപ്പണമാക്കിയ സൈഫുദ്ദീൻ ഖുദ്സ്, സിംഹാസനത്തിന്റെയും സമരത്തിന്റെയും മാസമായ പരിശുദ്ധ റമളാനിൽ തന്നെയായിരുന്നു ഈ മഹാവിജയങ്ങൾ. റമളാനിലെ പോരാട്ടങ്ങളും വിജയങ്ങളുമായി പിന്നെയും പിന്നെയും ബദറുകൾ ചരിത്രത്തിൽ രക്താർപ്പണത്തോടെ തുടിച്ചു നിൽക്കുന്നുണ്ട്. കം മിൻ ഫിയത്തിൻ ഖലീല ഗലബത് ഫിയത്തിൻ കസീറത്തിൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വൻ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത് എന്ന ഖുർആൻ സൂക്തത്തിന് ജീവൻ നൽകിക്കൊണ്ട് ആ പരമ്പര ഇന്നും തുടരുന്നു. ഫലസ്തീനിലും യമനിലും ഇറാഖിലും
സിറിയയിലും ഈജിപ്തിലും സുഡാനിലും വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലും മധ്യേഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയുമായി ഇപ്പോഴും കീഴടങ്ങാൻ ഒരുക്കമില്ലാത്തവരുടെ പോരാട്ടം തുടരുകയാണ്. ഈ പറഞ്ഞ അത്രയും പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ സംഘങ്ങൾ 100-ന്റെയും 1000-ന്റെയും 10,000-ന്റെയും അക്കങ്ങളിൽ അവസാനിക്കുന്ന കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ എന്നും ബദർ രണാങ്കളത്തിലാണ്. അത്യാധുനിക യുദ്ധക്കോപ്പുകളും ലക്ഷോപലക്ഷം വരുന്ന സൈനികരുമുള്ള സാമ്രാജ്യത്തോടാണ് അവർ പടപൊരുതുന്നത്. ലോകത്തെ മുഴുവൻ സമ്പത്തും ഊറ്റിയെടുത്ത് നിറച്ചു വെച്ച സന്നാഹങ്ങളുമായി കരയിൽ നിന്നും കടലിൽ നിന്നും മുകളിൽ നിന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വൻ ശക്തികളെയാണ് അവർ ചെറുത്തുനിന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനത്തിനും നേരെ തീഗോളങ്ങളയച്ച് ആത്മാഭിമാനമുള്ള ജനസമൂഹത്തെ കരിച്ചു കളയാൻ വരുന്ന വംശവെറിയുടെ വൻ ശക്തികളെ കല്ലും കവണയും ചെറുതോക്കുകളുമായി ചെറുത്തു തോൽപ്പിക്കുന്നവർക്ക് 14 നൂറ്റാണ്ട് മുമ്പ് അവസാനിച്ചു പോയ ചരിത്ര സംഭവമല്ല ബദർ. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവനെയല്ലാതെ മറ്റൊരു യജമാനെയും വെച്ചു പുറപ്പിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഇസ്ലാമിന്റെ പോരാളികൾക്ക് ബദർ എന്നും മൂർച്ച മുറിയാത്ത ആയുധവും ജ്വലിക്കുന്ന ഊർജവുമാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.